ഹായ് ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഇലയപ്പത്തിന് അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഇലയപ്പമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. അതിന് വേണ്ട തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒന്നാമത് തേങ്ങയ്ക്ക് നല്ല വിലയാണ്. മാത്രമല്ല തേങ്ങ എനിക്ക് വലിയ ഇഷ്ടമല്ല ഇതിൽ ഇലയപ്പം ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് കുറച്ചൊരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടി. പിന്നെ മെയിൻ സാധനമാണ് എനിക്ക് ഈ ഏലക്ക എന്ന് പറയുന്നത്. ശരിക്കും ഇലയപ്പത്തിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് തന്നെ ഈ ഏലക്കയുടെ ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 പിഞ്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ശർക്കരയാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ മധുരത്തിന് ചേർക്കാൻ കേട്ടോ. ഞാൻ പിന്നെയും ഇടയ്ക്കൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് അളവ് പറഞ്ഞു തരാനൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ആ ഇലയപ്പത്തിന് ആവശ്യമായിട്ട് തോന്നുന്നത് അത്രയും മധുരത്തിന് ചേർക്കാം. ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പം പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, ഈ റവയിൽ നമ്മളിപ്പം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റവ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് വരണ്ടതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം വെള്ളം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് ഇലയപ്പം അല്ലെങ്കിൽ ഇലയുടെ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. വെള്ളം കൂടുതൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുമ്പോൾ ഉണ്ടെങ്കിൽ, വെള്ളം കുറവാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് വരണ്ടതുപോലെ ഇരിക്കും. പ്രത്യേകിച്ച് റവ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം അല്പം കൂടുതൽ യൂസ് ചെയ്യണം. ഞാനിപ്പോൾ വാഴ ഇലയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരത്തി ഉണ്ടാക്കുമ്പോൾ വെള്ളം അല്പം കൂടിയാലും പ്രശ്നമൊന്നുമില്ല. അഥവാ വെള്ളം കൂടിപ്പോയാൽ ഇതുപോലെ വീണ്ടും കുറച്ച് റവ അതിൽ മിക്സ് ചെയ്താൽ മതി. ഞാനിവിടെ കുറച്ച് റവ കൂടെ ചേർത്തിട്ടുണ്ട്. അല്പം വെള്ളം കൂടിപ്പോയി. എന്തായാലും നമ്മൾക്ക് ഇതിൽ ചേർക്കാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ പഴമാണ്. അപ്പോൾ നമ്മൾ പഴമില്ലെങ്കിൽ ചക്കപ്പഴം ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ നല്ല വരിക്കച്ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല പഴുത്തിരിക്കുകയാണെങ്കിൽ നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കി ഇതിൻ്റെ കൂടെയൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ ഒരു ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു രസകദളിയുടെ ഒരു കുഞ്ഞു പഴം കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു മയവും നല്ലൊരു സോഫ്റ്റ്നെസ്സും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പഴം കൂടെ ചേർക്കുകയാണെങ്കിൽ. അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടും കേട്ടോ. അപ്പം ഇത് നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താലേ ഇത് നല്ലപോലെ അതിലാവുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത് കുറച്ച് വെള്ളമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതൊരു 5 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു പാത്രം എടുത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡലി കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ഇഡലി മേക്കറിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു പാത്രത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആവി വെക്കാനായിട്ടൊരു തട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വാഴ ഇല എടുത്തിട്ടുണ്ട്. നല്ല ഇളം ഇലയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു റവയുടെ മിക്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പെർട്ടൊന്നും ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതിൽ ഏതെങ്കിലുമൊക്കെ ഷേപ്പിലൊക്കെ ആയിപ്പോവും. അത് പ്രശ്നമല്ല. വെന്ത് വരുമ്പോൾ നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. ഞാൻ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഷേപ്പൊന്നും നോക്കുന്നില്ല. അല്ലെങ്കിൽ ഇലയപ്പത്തിന് പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഇത് വയണ ഇലയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി തിക്നെസ്സിൽ കുഴച്ചാൽ അതിൽ ഇരിക്കുള്ളൂ എന്ന് തോന്നുന്നു. ഇത് പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ അടുക്കിയൊക്കെ വെച്ചാൽ മതി. കൃത്യം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇലയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാമല്ലോ, ഇത് അത്ര ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഇലയപ്പം ഇരിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ വെറുതെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കുറച്ചെടുത്ത് കഴിച്ചു നോക്കിയതാണ്. കഴിച്ചു അത് വേവുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിൻ്റെ പകുതിയും കഴിച്ച് തീർത്തായിരുന്നു. അത്രയും ടേസ്റ്റായിരുന്നു. മാത്രമല്ല ഞാൻ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. പക്ഷേ വീട്ടിലെല്ലാവർക്കും തികഞ്ഞില്ല ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റവ കൊണ്ടുള്ള ഇലയപ്പമാണ്. നമുക്ക് ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എന്തായാലും അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റായിരുന്നു ഈ റവ കൊണ്ടുണ്ടാക്കിയ ഇലയപ്പത്തിന്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മൂമ്മയൊക്കെ ഓർമ്മ വന്നു. കുട്ടിക്കാലത്ത് എനിക്ക് ഇലയപ്പമൊക്കെ ഉണ്ടാക്കി തരുന്നതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അത്ര ടേസ്റ്റായിരുന്നു. ഞാൻ ഇലയപ്പം ഉണ്ടാക്കി ആദ്യം അമ്മൂമ്മയ്ക്ക് തന്നെയാണ് കൊണ്ടുകൊടുത്തത്. അമ്മൂമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.